ഒരു ക്യാമറ കൊണ്ടുപോയി കൊടുക്കാൻ അങ്കമാലിയിലുള്ള മാർട്ടിൻ ഡി പോറസ് കപ്പേളയിൽ പോയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ മോനെ അടിപൊളിയാണ്. എല്ലാവരും തിരുനാളിൻ്റെ തിരക്കിലാണ്. റെക്ടറച്ചൻ കുറേ കവറുകൾ റെഡിയാക്കുന്നതിൻ്റെ തിരക്ക്, കാഴ്ച സമർപ്പണം ചെയ്യാനുള്ള കവർ തയ്യാറാക്കുന്നതിനുള്ള തിരക്കിലാണെന്ന് തോന്നുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച ഇവിടുത്തെ CSN സിസ്റ്റേഴ്സ് അൾത്താര പൂക്കൾ കൊണ്ട് അലങ്കരിക്കാൻ ബൊക്കെ തയ്യാറാക്കുന്ന കാഴ്ചയാണ്. ഇവർ ഇതൊരു ആഘോഷമാക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നു. പാട്ടൊക്കെ വെച്ച് വലിയ സന്തോഷത്തോടെയാണ് ഇവരുടെ ഇരിപ്പും ബൊക്കെ നിർമ്മാണവും. അതിനിടയിൽ പ്രാർത്ഥനയും തമാശ പറച്ചിലും ഒക്കെയുണ്ട്. കപ്പേളയിൽ അൾത്താര ഇപ്പോൾ തന്നെ മനോഹരമായിട്ടുണ്ട്. ഇനി ഈ സിസ്റ്റേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബൊക്കയും കൂടി വന്നാലോ ഗംഭീരമാകും. മാർട്ടിൻ പുണ്യാളൻ രൂപക്കൂട്ടിലിരുന്ന് പ്രക്ഷോഭിക്കുന്നത് കണ്ടു. ആ ഇരിപ്പ് കണ്ടാൽ അനുഗ്രഹങ്ങൾ ഈശോയുടെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിത്തരുമെന്നുള്ളൊരു ഉറപ്പ് നമുക്കും കിട്ടുന്നു. തരാതിരിക്കില്ല. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് മക്കളെ ഈ അങ്കമാലി പ്രദേശത്തുള്ളവർ മാർട്ടിൻ പുണ്യാളൻ്റെ അടുത്ത് വന്ന് ദിവസവും പ്രാർത്ഥിക്കുന്നത്. എന്തായാലും ഈ വർഷത്തെ തിരുനാൾ അടിപൊളിയായിരുന്നു. പ്രദക്ഷിണത്തിലുള്ള രൂപക്കൂടിൻ്റെ അലങ്കാരപ്പണികളും തകൃതിയായി നടക്കുന്നുണ്ട്. ഇന്നും നാളെയുമാണ് തിരുനാൾ. ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയും നൊവേനയും ലതീഞ്ഞും ഏൽപ്പിക്കുന്നതിനും അടിമ സമർപ്പണം നടത്തുന്നതിനും സൗകര്യമുണ്ടെന്ന് റെക്ടറച്ചൻ നോട്ടീസിൽ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 6 മണിക്കും വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയും നൊവേനയും ലതീഞ്ഞുമുണ്ട്. തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും കുമ്പസാരിക്കാനായിട്ടുള്ള സൗകര്യവും ഉണ്ട്. അത് രാവിലെ 9 മുതൽ 12 മണി വരെയായിരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 5 മണി വരെയും. തിരുനാളിൻ്റെ തിരുക്കർമ്മങ്ങൾ ഇന്ന് വൈകിട്ട് 6 മണിക്കുള്ള രൂപം എഴുന്നള്ളിപ്പോടെ ആരംഭിക്കും. കൊടിയേറ്റം ഇന്നലെ കഴിഞ്ഞു കേട്ടോ. നാളെ ഞായറാഴ്ച രാവിലെ 6 മണിക്കും 8 മണിക്കും വിശുദ്ധ കുർബാന. തിരുനാൾ പാട്ട് കുർബാന രാവിലെ 10:30. ഉച്ചകഴിഞ്ഞ് 2:30 മാർട്ടിൻ എന്ന പേരുള്ളവരുടെ സംഗമവും സ്നേഹവിരുന്നുമുണ്ട്. പിന്നീട് വൈകിട്ട് 5 മണിക്ക് തിരുനാൾ സമാപന കുർബാനയും പ്രദക്ഷിണവും ഉണ്ട്. നേർച്ച ഇപ്പോൾ മുതൽ വെഞ്ചരിച്ച് വെച്ചിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് അങ്കമാലിയിലേക്ക് പോകുന്ന വഴിയിൽ വിശ്രമിക്കാനും പ്രാർത്ഥിക്കാനും ഈ കപ്പേള അടിപൊളിയാണ്. ഇപ്പോൾ വരികയാണെങ്കിൽ പുണ്യാളൻ്റെ തിരുനാളിൽ പങ്കെടുക്കാം.